ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്ലിപ്സ് ഓഫ് ദാമു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു റിയലിസ്റ്റിക് ട്രക്ക് ഗെയിം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുമാത്രമല്ല ഗൈസ്, ഇതൊരു മൊബൈൽ ഗെയിമും കൂടിയാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 3 എന്നാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് ഏകദേശം 500 MB അടുത്ത് വരുന്നുണ്ട്. ഇതിൽ ട്രക്കിൻ്റെ സൗണ്ട് ആയിക്കോട്ടെ, എൻവയോൺമെൻറ്റ് സൗണ്ട് ആയിക്കോട്ടെ, ഏതെടുത്ത് നോക്കിയാലും ഞങ്ങൾക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഈ ഒരു ഗെയിമിൽ 2 ക്യാമറ ആംഗിൾസും അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ മാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെട്രോൾ പമ്പ് വരുന്നുണ്ട്, വണ്ടി നിർത്തിയിട്ട് സ്ലീപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മാപ്പ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് തോന്നുക. അതുപോലെ തന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളുടെ മുകളിൽ 3 ഡോട്ട് കാണുന്നിടത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോ തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാബ് ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോ തുറക്കുമ്പോൾ പുറത്തെ സൗണ്ട് കൂടുന്നതും വിൻഡോ അടയ്ക്കുമ്പോൾ പുറത്തെ സൗണ്ട് കേൾക്കാൻ പറ്റാത്തതുമായിട്ട് നമുക്കിവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, വാക്ക് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമ്മുടെ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്കിവിടെ ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ട്രക്കിൻ്റെ കാര്യങ്ങൾ, ഗിയർ മാറ്റുന്നത് ഉള്ളത്, അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കൺട്രോൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗെയിം പാഡ് വരുന്നുണ്ട്, ടിൽറ്റ് വരുന്നുണ്ട്, ബട്ടൺ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട്. പിന്നെ മാപ്പിൽ വരുന്ന ബിൽഡിങ്സ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഇവിടെ ഡേറ്റ് ആവുന്നതും സ്ക്രാച്ച് ആവുന്നതുമെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.